പാലക്കാട് ഒറ്റപ്പാലം നഗരത്തിന് സമീപം ഇറച്ചിക്കടകളിലെ മാലിന്യങ്ങൾ തള്ളുന്നത് മൂലം ദുരിതത്തിലായി പ്രദേശവാസികൾ. ഇറച്ചി മാലിന്യങ്ങൾ ഭക്ഷിക്കാനെത്തുന്ന തെരുവ് നായകളാണ് നാട്ടുകാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. ഒറ്റപ്പാലം വെള്ളാട്ടുപടി നഗറിലെ കാഴ്ചയാണിത്. ഇറച്ചിക്കടകളിലെ മാലിന്യം തള്ളുന്നത് മൂലം തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമാണിവിടെ. വളർത്തുമൃഗങ്ങളെ തെരുവുനായ്ക്കൾ ആക്രമിക്കുന്നത് പതിവാണെന്നും നാട്ടുകാർ പറയുന്നു. ഇവിടെ തെരുവുനായ്ക്കളുടെ ശല്യം കൂടുതലാണ്. എന്നുവെച്ചെങ്കിൽ ഇവിടെ ഹോസ്പിറ്റൽ അടുത്തായ കാരണം, മൃഗ ഹോസ്പിറ്റൽ അടുത്തായ കാരണം അവിടുന്ന് വന്ധീകരണം ചെയ്തിട്ട് നമ്മളുള്ള നായ്ക്കളെ ഈ ബാധിക്കാൻ വരുന്നത്. ഈ മാലിന്യങ്ങൾ ഇവിടെ കൂട്ടി ഇട്ട് കാരണമാണ് ഈ നായ്ക്കളുടെ ശല്യം കൂടിയത്. ഞങ്ങൾ ആടുകളെ കടിക്കുന്നു. നമുക്ക് വൈകുന്നേരത്തെ പോലെ രാവിലെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ഈ മാർക്കറ്റിലുള്ള വേസ്റ്റും ഇവിടെ ഈ എല്ലാ നാടുകളുള്ള വേസ്റ്റൊക്കെ ഞങ്ങളുടെ ഈ ഇവിടേക്ക് കിട്ടുന്നത്. അത് തന്നെ തെരുവുനായ്ക്കളുടെ ശല്യം കൂടുതലാണ്. ഞങ്ങളുടെ 8000 രൂപയാണ് വില വരിക ഒരാട്. ഇപ്പൊ 2 ദിവസം മുന്നേ ചത്തത്. അതുപോലെ ഇതിന്റെ മുന്നേ ഒരു ആട്ടുംകുട്ടി നായ കടിച്ചെത്തു. മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ഇറച്ചിക്കടകളിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് ഇവിടെ തള്ളുന്നത്. മാലിന്യങ്ങൾ തള്ളുന്നതിനെതിരെ അധികൃതർ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇവിടെ നിറയെ നായ്ക്കളുടെ ശല്യം ഭയങ്കരമാണ്. കോഴി വേസ്റ്റും മറ്റുള്ള വേസ്റ്റുകളൊക്കെ ഇട്ടിട്ട് നായ്ക്കളെ എപ്പോഴും അവിടെ ഉണ്ട്. അതുകൊണ്ട് വൈകിട്ട് ഞങ്ങൾ ഈ ആടിനെ വിടുന്ന നേരത്ത് വിടാൻ പറ്റണില്ല. അവിടെയുള്ള ഇറച്ചിക്കടത്തെ വേസ്റ്റും എല്ലാവരും അവിടെ ഇട്ടിട്ട് തെരുവ് നായ്ക്കൾ വന്ന് തിന്നിട്ട് ഇവിടെയുള്ള എല്ലാവരുടെയും പിന്നാലെ ആടിൻ്റെ പിന്നാലെ തെരുവ് നായ്ക്കൾ ഓടുക. ഇത്ര പെട്ടെന്ന് ഇതിനൊരു വഴി കണ്ടാൻ പറ്റും. അപ്പുറത്ത് പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സും പിന്നെ മറ്റ് സ്ഥാപനങ്ങൾക്കും എല്ലാം വേസ്റ്റും ഇങ്ങോട്ട് തട്ടുന്നു. ഇതിനു പുറമെ സമീപത്തെ മൃഗാശുപത്രിയിലെത്തിച്ച് വന്ധ്യം കരിക്കുന്ന നായ്ക്കളെ കുത്തിവയ്പ്പെടുത്ത ശേഷം പ്രദേശത്തു തന്നെ തുറന്നുവിടുന്നുവെന്നും പ്രദേശവാസികൾക്ക് പരാതിയുണ്ട്. ന്യൂസ് മലയാളം, പാലക്കാട്.